ഹായ് ഗൈസ്, ശ്രീഹരി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ബനാന പൗഡറിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബനാന പൗഡർ എങ്ങനെയാണ് കുട്ടികൾക്ക് ഉപയോഗക്രമമാണ് പറയുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇത് ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഇതിൽ 6 മാസം തൊട്ട് 1 വയസ്സ് പ്രായമുള്ളവരെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ബനാന പൗഡറിൽ നിന്ന് 2 സ്പൂണ് ബനാന പൗഡർ ഇടണം. അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ കൽക്കണ്ട, പനം കൽക്കണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളിവിടെ പാലക്കാട് കാരണം ഞങ്ങൾക്ക് പനയുടെ കൽക്കണ്ട ധാരാളമായിട്ട് സുലഭമായിട്ട് കിട്ടും. അത് കാരണം ഞങ്ങളത് ഡയറക്റ്റായിട്ട് ഇടുന്നത്. 1 സ്പൂണോളം ഇതിൻ്റെ ആവശ്യത്തിന് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിലിപ്പോൾ നമുക്ക് 2 സ്പൂണ് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ഈ പൊടി അലക്കുന്ന വിധത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതിൽ കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. അതേപോലെ നമ്മളെല്ലാം നന്നായിട്ട് കട്ടയൊക്കെ അരിയിച്ചെടുക്കണം. കുറച്ച് വെള്ളം അധികമായാലും കുഴപ്പമില്ല. നമുക്ക് ഈ കൽക്കണ്ട് അരിഞ്ഞ് ചേരാൻ പാകത്തിന് വെള്ളം ഉണ്ടാകണം. നമ്മൾ കലക്കി വെച്ച ബനാന പൗഡറിൽ കൽക്കണ്ടെല്ലാം അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു ഗ്യാസ് കത്തിച്ച് നമ്മൾ കുറുക്കാക്കുന്നത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നമ്മൾക്ക് പാലക്കാടായ കാരണം കൽക്കണ്ട് നമുക്ക് സുലഭമായിട്ട് ലഭിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് ലഭ്യമാകുന്നത് അത് ചേർക്കാം. ഇപ്പോൾ ശർക്കര അത് ഉരുക്കി പാനിയാക്കിയിട്ട് അതിന് കല്ലുണ്ടാകും ശർക്കരയിൽ. ആ കല്ലൊക്കെ കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അത് കാരണം ശർക്കര പാനിയാക്കിയിട്ട് ഒരു 3 സ്പൂൺ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാവുന്നവർക്ക് പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മളുടെ കുറുക്ക് ഇതേപോലെ നല്ല കട്ടിയായി വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കണം. നല്ല നാടൻ പശുവിൻ്റെ നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ കൈവിടാതെ ഇളക്കണം. നന്നായിട്ട് ഇളക്കി വരുമ്പോൾ ഇതിൽ നെയ്യും ഈ കുറുക്കും കൂടെ നല്ല യോജിച്ച് വരുമ്പോൾ നല്ലപോലെ ഹൽവയുടെ അതേ പരുവത്തിന് വരും. നല്ല ഹൽവയുടെ പീസ് പോലെ അടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ഹൽവയുടെ ഒരു പദമാകുമ്പോൾ ഈ കുറുക്കും ഈ നെയ്യും കൂടെ ഒന്നിച്ച് യോജിച്ച് വരും. അപ്പോൾ ഹൽവയുടെ ഒരു പരുവം പോലെ ഇരിക്കുന്നുണ്ടോ, നല്ല കട്ടിയിൽ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വെന്ത് ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾക്ക് എടുക്കാവുന്നതാണ്. അത് നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഷുഗർ പേഷ്യൻറ്റിനായാലും ഇത് ഒരു നേരത്തെ ആഹാരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഷുഗറിൻ്റെ അളവ് കൺട്രോളിലായിരിക്കും. അവർക്ക് നല്ല എനർജിക്കായിരിക്കും, ഊർജ്ജമായിട്ടിരിക്കും. അലസതകളോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് ക്ഷീണങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നന്നായിട്ട് വിശപ്പ് ശമിപ്പിക്കുന്നതായിരിക്കും. ഇതുകൊണ്ട് ഈ കുറുക്ക് കഴിക്കുന്നതുകൊണ്ട് നന്നായിട്ട് ശരീരത്തിന് നല്ല പോഷക സമൃദ്ധമാണ്.